നമ്മുടെ ഈ സെഷൻ ആരംഭിക്കുകയാണ്. വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. അതൊരു 50 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷേ കുറേയധികം സെഷനുകൾ നമുക്ക് എടുക്കേണ്ടതും കാണേണ്ടതും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ ചോദ്യങ്ങളും കുറുക്കിക്കൊള്ളുന്ന പോലെയുള്ള മറുപടികളും ആണെങ്കിൽ കുറെ കൂടി രസകരമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ 2 അതിഥികൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. മലയാളിയുടെ അടുക്കളയിൽ വേവുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. എനിക്ക് ആദ്യം ഈ വാചകം കാണുമ്പോൾ ഓർമ്മ വരുന്നത് എസ് ശാരദക്കുട്ടിയുടെ ഒരു ലേഖനമുണ്ട്, അടുക്കളയിൽ തിളച്ചു വേവുന്നത് എന്ന്. അത് അടുക്കളയിൽ ജോലി ചെയ്യാൻ തിളയ്ക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ അവകാശങ്ങളെയും കുറിച്ചുള്ള ഒരു ലേഖനമാണ്. പക്ഷേ നമ്മളെപ്പോഴും അടുക്കള പരിമിതപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പം ഇതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം, അടുക്കളയിൽ വേവുന്നത് ആരോഗ്യമാണെങ്കിലും അനാരോഗ്യമാണെങ്കിലും അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വവും സ്ത്രീകളുടെ മേലാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി പങ്കുവെക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതെന്തോ ആവട്ടെ, നമ്മൾ ആരോഗ്യ മേഖലയിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഞാൻ പത്മകുമാർ സാറിൽ നിന്ന് തുടങ്ങാണ്. സർ, നമ്മുടെ അടുക്കളയിൽ വേവേണ്ട കാര്യങ്ങൾ വേവുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സംശയം. വേവേണ്ടാത്തത് പലതും വേവുന്നുണ്ട് പലതരത്തിൽ. ആരോഗ്യത്തിൽ ഈ വേവിക്കലിന് എത്രത്തോളം പങ്കുണ്ട്? ആദ്യമായിട്ട് ഈ വിഷയം സെലക്ട് ചെയ്ത മനോരമയ്ക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഈശാന കോണിൽ, അതായത് വടക്ക് കിഴക്കേ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന അടുക്കളയാണ്. പഴയ കരിപുരണ്ട അടുക്കളയിൽ നിന്നൊക്കെ ഇപ്പോൾ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഹൈ എൻഡ് ഓപ്പൺ കിച്ചൺ വരെ ആയി എത്തി നിൽക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ധന്യ സൂചിപ്പിച്ചതുപോലെ അത് സ്ത്രീകളുടെ മാത്രം കുത്തക ഒരു സങ്കല്പമൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വീട്ടുകാർക്കെല്ലാവർക്കും പെരുമാറാവുന്ന ഒരു പൊതു ഇടമായിട്ട് അടുക്കള മാറി. ഫാമിലി കുക്കിംഗ് ഉൾപ്പെടെ വന്നപ്പോൾ ഫാമിലി കുക്കിംഗ്, അതോടൊപ്പം തന്നെ മോഡുലാർ കിച്ചനും ഒക്കെ വന്നപ്പോൾ ആർക്ക് വേണമെങ്കിലും കയറി പാചകം ചെയ്യാം. തന്നെയുമല്ല, സ്ത്രീകളെല്ലാം ഇപ്പോൾ ജോലിക്ക് പോയിരുന്ന ഒരു സാഹചര്യമാണ്. 50 വർഷം മുമ്പിലത്തെ കരിപുരണ്ട അടുക്കളയല്ല ഇപ്പോഴത്തെ അടുക്കള. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആരോഗ്യവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട ഒരു വീടിൻ്റെ ഭാഗം എന്ന് പറയുന്നതും അടുക്കള തന്നെയാണ്. അതായത് അടുക്കളയാണ് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ വീട്ടിലൊരു മേഖലയാണ് അടുക്കള, അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ സാറിനോട് ചോദിച്ചതുപോലെ വേവേണ്ടതായ പല കാര്യങ്ങളും ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ എന്ത് അടുക്കളയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്, അല്ലേ? റോ മെറ്റീരിയൽസിൽ നിന്നാണ് ആ ശ്രദ്ധ, മുന്നൊരുക്കം തുടങ്ങേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീജിത്ത് സാറിനോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം? അതായത് നമ്മൾ അടുക്കളയിലേക്ക് സഞ്ചിയിൽ തൂക്കിക്കൊണ്ടുവരുന്ന ആ സാധനങ്ങൾ വാങ്ങുന്നതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ആക്ച്വലി ഇന്ന് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് ഞാനൊരു ചെറിയ റീൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. മലയാളിയുടെ അടുക്കളയിൽ എന്ത് വേകണം. അപ്പോൾ അതിനകത്ത് പകുതി ആൾക്കാർക്ക് സംശയം മലയാളിക്ക് അടുക്കള ഉണ്ടോ എന്നാണ്. കാരണം ഇപ്പം ഈ ഇരിക്കുന്ന ആൾക്കാരിൽ തന്നെ 2 തലമുറയിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ മുതിർന്ന ആൾക്കാർക്ക് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്ക് അതിശയം വരും, എന്താ ഡോക്ടറെ അങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അടുക്കളയുണ്ടല്ലോ. ചെറിയ ആൾക്കാർക്കും സംശയം വരും, എന്താ ഡോക്ടറെ ഈ അടുക്കള എന്നൊരു സാധനം ഞങ്ങളുടെ വീട്ടിൽ ഇല്ലല്ലോ. കാരണം പുതിയ തലമുറ അടുക്കള പോലും ഇല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ചർച്ചകളും ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഇതൊരാഘോഷമാണ്. അപ്പോൾ സ്വാഭാവികമായും ആഘോഷ വേദികളിലായിരിക്കും കൂടുതൽ ആളുകൾ, അത് സ്വാഭാവികമാണ്. അപ്പം എനിക്ക് പല പേഷ്യൻസും വരുമ്പോൾ പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് അത്യാവശ്യം ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് അല്ലെങ്കിൽ വരാൻ വൈകിയെന്ന്. അവരോട് ഞാൻ സാധാരണ തിരിച്ചു പറയാറുള്ളത്, നിങ്ങളുണ്ടെങ്കിലേ നിങ്ങൾ ബോർഡിലുണ്ടാകൂ. അപ്പം മനുഷ്യന് ആയുസ്സും ആരോഗ്യവും ഉണ്ടായേ തീരൂ. ഈ ആയുസ്സും ആരോഗ്യവും നിർവചിക്കുന്നത് അവൻ്റെ ഭക്ഷണമാണ്. ഇത് യാതൊരു രീതിയിലും നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഇന്നത്തെ ഈ പരിപാടി ഉൾപ്പെടെയുള്ള ഏത് സംരംഭങ്ങളിലും ഏറ്റവും അധികം ആൾത്തിരക്കുണ്ടെങ്കിൽ അവിടെ വടയോ, ഞങ്ങൾ വാഴയ്ക്കപ്പം എന്ന് പറയും, ഇവിടെ പഴംപൊരി എന്നാണെന്ന് തോന്നുന്നു, ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ മീൻസ് പോപ്കോൺ ആയിരിക്കും, അതായിരിക്കും. ചില ആൾക്കാർ സിനിമയ്ക്ക് പോകുന്ന പോലും പോപ്കോൺ തിന്നാനാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നും മലയാളി മാത്രമല്ല മനുഷ്യർ മുഴുവൻ മറന്നിരിക്കുന്നു. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യരാണെന്നുള്ളതാണ്.
മനുഷ്യനാകണം എന്ന് കവി പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശമാണ്. ഞാൻ മനുഷ്യനാകണമെന്ന് പറയുമ്പോൾ എൻ്റെ ഉദ്ദേശം നമ്മൾ ഹോമോ സാപ്പിയൻസ് ആകണമെന്നാണ്. ഹോമോ സാപ്പിയൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കും ഒരു ജീവിത ശൈലിയുണ്ട്. അതാണ് ലൈഫ് സ്റ്റൈൽ. ആ ജീവിത ശൈലി വഴി നമുക്ക് എന്ത് കിട്ടുന്നു? ജീവൻ കിട്ടുന്നു. ജീവൻ കിട്ടണമെങ്കിൽ 3 സംഗതികൾ ആവശ്യമുണ്ട്. ഒന്ന് ഓക്സിജൻ, നമ്മൾ ആരും അധ്വാനിക്കേണ്ട, നമ്മൾ അറിയുന്ന പോലുമില്ല, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 വെള്ളം, നമ്മൾ അല്പം അധ്വാനിക്കണം, പോയി എടുക്കണം, പക്ഷെ ഇവിടെ ഉള്ള വെള്ളം തന്നെയാണ് നമ്മൾ എടുത്ത് കുടിക്കുന്നത്. 3 ഭക്ഷണം. ഭക്ഷണത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നാം കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭക്ഷണവുമല്ല നാം ഇന്ന് കഴിക്കുന്നത്. കാരണം സാപ്പിയൻസ് ഉണ്ടായപ്പോൾ കഴിഞ്ഞ 2-3 ലക്ഷം വർഷം കൊണ്ട് സാപ്പിയൻസും അതിനു മുമ്പ് ഹോമോ എന്ന് പറയുന്ന ആദ്യ മനുഷ്യരുൾപ്പെടെയുള്ള 25 ലക്ഷമായി കഴിച്ചു വന്നിരുന്നത് മുഴുവൻ വനവിഭവങ്ങൾ മാത്രമാണ്. കാരണം ഹണ്ടിങ് ഗ്യാതറിങ് വഴി വനത്തിൽ എന്തുണ്ടോ അതാണ് അവൻ എടുത്ത് കഴിക്കുന്നത്. അവൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. ഓക്സിജനും വെള്ളവും പോലെ ഇവിടെയുള്ള ഭക്ഷണം എടുത്തു കഴിക്കുക മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അത് മാറിയത് 10,000 വർഷം മുമ്പ് കൃഷി വന്നത് മുതലാണ്. അതിനു മുമ്പ് ഡോക്ടർ പത്മകുമാർ ഉണ്ട്, അദ്ദേഹത്തിനും അറിയാം, 10,000 വർഷം മുമ്പ് പല രോഗങ്ങളുണ്ട്, പക്ഷെ ജീവിതശൈലി രോഗങ്ങൾ ഇല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇല്ല. സോ നമ്മൾ ജീവിതശൈലി രോഗം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് വിളിച്ചാൽ ആ ലൈഫ് സ്റ്റൈലിന്റെ ഇടത് ഒരു ഡാഷ് ഇട്ടിട്ട് പൂരിപ്പിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് ബാഡ്. ബാഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അത് ഗുഡ് ആയാൽ ഡിസീസ് പോയി. ഗുഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ലൈഫ് സ്റ്റൈൽ ഓർ ഫുഡ് സ്റ്റൈൽ ഓഫ് ഹോമോ സാപ്പിയൻസ്. അപ്പൊ സാപ്പിയൻസ് എന്ത് കഴിക്കണം എന്ന തിരിച്ചറിവ്, അതാണ് അടുക്കളയിലേക്ക് എന്തെത്തണം എന്നുള്ള തിരിച്ചറിവ്. ഒറ്റ വാക്ക്, എനിക്കറിയാം ഒരുപാട് നമുക്ക് പറയാനുണ്ട്, എന്നാലും പ്രധാന പോയിന്റ് ആയതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പറയുന്നു, അടുക്കളയിലേക്ക് വരേണ്ട സാധനങ്ങൾ എന്തെന്നറിയണമെങ്കിൽ അന്ന് അവൻ എന്ത് കഴിച്ചു എന്ന് മനസ്സിലാക്കണം. അത് എന്തൊക്കെയാണ്? കായ്കനികൾ, വേരുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മുട്ട, മാംസം, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങളാണ് അവൻ കഴിച്ചിരുന്നത്. അവനത് പാചകം ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. കാരണം സാപ്പിയൻസ് ഉണ്ടാവുന്നതിന് മുമ്പേ തീ ഉണ്ടായിരുന്നു. സാപ്പിയൻസ് അല്ല തീ കണ്ടുപിടിച്ചത്. അപ്പോ പാചകം ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ ആ ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ്, അതിൽ എന്തില്ലായിരുന്നു? ധാന്യമില്ലായിരുന്നു. ഇന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഭക്ഷണം ധാന്യങ്ങളാണ്. അരി, ഗോതമ്പ്, ഓട്സ്, ചോളം, ഇതെല്ലാം. അപ്പൊ അതില്ലായിരുന്നു. എണ്ണയില്ലായിരുന്നു, ഉപ്പില്ലായിരുന്നു, പഞ്ചസാര ഇല്ലായിരുന്നു. അപ്പോൾ നാം ഭക്ഷണം, റോ മെറ്റീരിയൽസ് അടുക്കളയിലേക്ക് കൊണ്ടുവരുമ്പോൾ, എന്ത് ഭക്ഷണം പാചകം ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിലേക്ക് എന്തെത്തിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ, സാപ്പിയൻസ് കഴിക്കാൻ വിധിക്കപ്പെട്ട ധാരാളം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ എടുക്കുകയും അരി, അതായത് എല്ലാ ധാന്യങ്ങൾ, എണ്ണ, പഞ്ചസാര, ഉപ്പ് തുടങ്ങിയവ നന്നേ കുറയ്ക്കുകയും വേണം. ഇപ്പോൾ അടുക്കളയിലേക്ക് എന്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു പത്മകുമാർ സാർ. ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ വേവിക്കുന്ന രീതി, അതാണ് നമ്മുടെ അടുത്ത ഒരു വലിയ പ്രശ്നം. നമ്മളിനി എത്ര സെലക്റ്റീവായിട്ട് ഒരു ഓർഗാനിക് സെന്ററിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൃഷിയിടത്തിൽ, നമ്മുടെ തന്നെ കൃഷിയിടത്തിൽ വിളയിച്ചെടുത്തു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ഭക്ഷ്യ വിഭവം നമ്മുടെ അടുക്കളയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് തീന്മേശയിലേക്ക് എത്തുന്ന ആ സമയത്താണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നത് പലപ്പോഴും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുക്കിംഗ് രീതികളാണ്. ഒരുപക്ഷെ അതിന് ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു ഫുഡ് ബ്ലോഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വലിയ വിഭാഗം, ഞാൻ എല്ലാവരെയും പറയുകയല്ല, പക്ഷെ ഒരു വലിയ വിഭാഗം ആളുകൾ നമ്മൾക്ക് ഇന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന പല രീതികളുണ്ട്. അത് ശരിയായ കുക്കിംഗ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അടുക്കളയിൽ സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എയർ ഫ്രയർ പോലെയുള്ള പുതിയ രീതികളുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഭക്ഷണ പദാർത്ഥത്തെ നമ്മൾ എങ്ങനെയാണ് അനാരോഗ്യകരമാക്കുന്നത്? അതായത് ആരോഗ്യ പാചകത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഹെൽത്തി കുക്കിംഗ്. ഇവിടെ ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ ഇന്നത്തെ വിഷയം വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം അടുക്കളയിൽ വേവുന്നത് ആരോഗ്യമായിരിക്കണം. അടുക്കളയിൽ വേവുന്നത് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളാകാൻ പാടില്ല.
ഇന്ന് നമ്മുടെ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. അതിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളുടെ ഉപയോഗം തന്നെയാണ്. അതിനകത്ത് പാചകത്തിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് കേരളത്തിന് ആവശ്യമെന്ന് പറയുന്നത് കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളല്ല, മറിച്ച് നമുക്ക് വേണ്ടത് സജീവമായിട്ടുള്ള അടുക്കളയും നമ്പർ 2 വ്യായാമ കേന്ദ്രങ്ങളുമാണ്. ഇത് രണ്ടും നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ആരോഗ്യ പാചകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പരമ്പരാഗത ഭക്ഷണ രീതികളും പാചകം ചെയ്യുന്ന രീതികളും എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ഒരു പരമ്പരാഗത ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, അത്താഴം തുടങ്ങിയവയെല്ലാം തന്നെ കുറേയൊക്കെ ഈ പറയുന്ന ആരോഗ്യ പാചകത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നതായിരുന്നു. അതിനകത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് സൂചിപ്പിക്കാം, ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള ഇഡ്ഡലി ആണെങ്കിലും ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള കുക്കിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള പാചകം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ആരോഗ്യ വിഭവമായിട്ട് ഇൻ്റർനാഷണൽ ന്യൂട്രീഷണൽ സൊസൈറ്റിയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുട്ടിനെയാണ്, അറിയാമല്ലോ. കാരണം അതിനകത്ത് എണ്ണയുടെ ഒരു അംശം പോലും ഇല്ല. പാചകം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്, ആവിയിൽ പുഴുങ്ങുകയാണ്. ആ രീതിയിലുള്ള. പക്ഷെ അവിടെ എന്താ പറയുക ഒരു പ്രശ്നം, ആവിയിൽ പുഴുങ്ങിയെടുത്ത രാവിലത്തെ പുട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ അനാരോഗ്യം കടന്നുകൂടി. ഇപ്പൊ നമ്മുടെ അടുക്കളയുടെ നിർവചനത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ അടുക്കള എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ സജീവമായ അടുക്കളകളല്ല നമുക്കുള്ളത്. നമുക്കൊരു ഷോ കിച്ചൺ പോലെ ആളുകൾ വരുമ്പോൾ നമ്മളെ കാണിക്കാനുള്ള എല്ലാ ക്യാബിനുകളും എല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുള്ള ഒരു ഷോ കിച്ചൺ. അവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ വീണ്ടും ചൂടാക്കി വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ഇടം മാത്രമായിട്ട് നമ്മുടെ അടുക്കളകൾ മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം പാചകം ചെയ്യപ്പെടുന്ന സജീവമായിട്ടുള്ള അടുക്കളകളാണ് നമുക്ക് വേണ്ടത്. അവിടെ ആരോഗ്യ പാചകത്തിന് വലിയൊരു പങ്കുണ്ട്. അതിനകത്ത് ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള പാചകം എന്ന് പറയുമ്പോൾ ഈ വറുത്തും പൊരിച്ചുമൊക്കെ കഴിക്കുന്ന ചില എണ്ണപ്പലഹാരങ്ങൾ, അല്ലെങ്കിൽ ഗ്രില്ലിങ് പോലെയുള്ള സ്മോക്കിംഗ് പോലെയുള്ള അങ്ങനെയുള്ള പാചക രീതികളാണ് ഏറ്റവും അനാരോഗ്യകരമായിട്ടുള്ള രീതി. ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള പാചക രീതി എന്ന് പറയുന്നത് നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന ഭക്ഷണമാണ്. അത് ഇഡലി ആണെങ്കിലും പുട്ടാണെങ്കിലും ആവിയിൽ പുഴുങ്ങിയ ഏത്തപ്പഴമാണെങ്കിലും അതെല്ലാം തന്നെ ഹെൽത്തി കുക്കിംഗ് എന്ന് പറയാം. കാരണം എണ്ണയുടെ അംശം വളരെയേറെ കുറയുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണയുടെ, പ്രത്യേകിച്ചും വെളിച്ചെണ്ണ പോലെയുള്ള കേരളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഏറ്റവും പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഉപയോഗം. വെളിച്ചെണ്ണയെക്കുറിച്ചൊക്കെ വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പോലും മിതമായിട്ടുള്ള രീതിയിൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഉപ്പിൻ്റെ അംശം എന്ന് പറയുന്നത് 1 ടീസ്പൂണാണ്, 5 ഗ്രാം ഉപ്പാണ്. നമ്മുടെ പാചകത്തിൽ 5 ഗ്രാം ഉപ്പിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു കണക്ക്. രണ്ടാമത്തേത്, ഏറ്റവും ആരോഗ്യകരമായിട്ട് ഉപയോഗിക്കാവുന്ന എണ്ണ എന്ന് പറയുന്നത് 4 ടീസ്പൂണിൽ കൂടാൻ പാടില്ല. ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് അതും പാചകത്തിന് ഉപയോഗിക്കുകയല്ലേ, അത് 4 മുതൽ 5 ടീസ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ രീതിയിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുമെങ്കിൽ അടുക്കളത്തോട്ടത്തിൽ മറ്റും ഉണ്ടാകുന്ന പച്ചക്കറികളും ഇലക്കറികളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു പാചകം, പ്രത്യേകിച്ചും പ്രിസർവേറ്റീവ്സും മറ്റും ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പാചക രീതി, അതായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആരോഗ്യ പാചകം എന്ന് പറയുന്നത്. സർ, നമ്മളിത് എത്ര ശ്രദ്ധിച്ച് നമ്മൾ പാചകം ചെയ്തു എന്ന് പറഞ്ഞാലും പിന്നീട് അത് തീന്മേശയിലെത്തി നമ്മളത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ എങ്ങനെ അത് മിക്സപ്പ് ചെയ്ത് കഴിക്കുന്നു എന്നുള്ളത്. അതായത് അതിലും ഞാൻ പറയുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെ തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. ചിലതൊക്കെ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കാവുന്ന രീതിയിലുള്ള ഭക്ഷണ കൂട്ടുകൾ. നമ്മുടെ പണ്ടുള്ള ആൾക്കാർ പറയും മോരും മുതിരയും കഴിക്കരുത്, വിരുദ്ധാഹാരമാണ് എന്ന് പറയും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1 മില്യൺ വ്യൂ ഒക്കെ കിട്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന പോലത്തെ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റീലിൽ ഒരു ഫ്ലാറ്റിൽ ഒരു ഓണാഘോഷം നടക്കുകയാണ്. അവിടെ ഉച്ചയ്ക്ക് സദ്യക്ക് വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ആഘോഷ മൂഡിലാണ് എല്ലാവരും. അപ്പോൾ സദ്യക്ക് വിളമ്പുന്നതിൻ്റെ കൂട്ടത്തിൽ ഇലയിൽ പാലട വിളമ്പിയിട്ടുണ്ട്. ആ പാലടയിലേക്ക് ഒരു ആൽക്കഹോൾ ഒഴിക്കുകയാണ്. എന്നിട്ട് ആ കഴിക്കുന്ന ആള് കാണിച്ചു തരണത് ഹൗ സ്വീറ്റ്, ഹൗ എന്താ പറയാ വെറൈറ്റി ആയിട്ടുള്ളൊരു കൂട്ടാണ് ഇത് എന്ന്. അറ്റ്ലീസ്റ്റ് അത് കാണുന്ന ഇപ്പം ഈ 1 മില്യൺ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും അതൊക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അപകടകരമാണ് നമ്മുടെ ഇന്നത്തെ ഈ പാചക രീതി, അല്ലെങ്കിൽ നമ്മൾ എന്ത് കൂട്ടി കഴിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം. അവിടെ എനിക്കിത് ശ്രീസാറിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ വി ഷുഡ് ബി അവെയർ ഓഫ് ദ സേഫ്റ്റി ലെയേഴ്സ് എന്നുള്ളതാണ്. ആരോഗ്യ പരിപാലനത്തിൽ ഈ ഒരു സേഫ്റ്റി ലെയറുകൾക്ക് ഒരുപാട്, അത് നമ്മുടെ മെറ്റബോളിസം ആണെങ്കിലും നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ സർ?
ഓക്കെ, ആദ്യമായിട്ട് അദ്ദേഹം പിന്നെ ആൽക്കഹോളിൽ കുറച്ച് പായസം കൂടെ ഒഴിച്ച് അത്രയും തിരിച്ചാണ്. എന്ന് പറഞ്ഞാൽ പായസത്തിൽ ആൽക്കഹോൾ ഒഴിക്കുന്നവരെക്കാളും ആൽക്കഹോളിൽ പായസം ഒഴിക്കുന്നവരാണ് കേരളത്തിൽ കൂടുതൽ. അത്രയും ആൽക്കഹോളായി ഇരിക്കുന്നു. ആക്ച്വലി ഞാൻ ഒന്ന് രണ്ട് ചെറിയ കണക്കുകൾ കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ മാസം പത്രത്തിലൊക്കെ വായിച്ചു കാണും, വലിയ വാർത്തയായിരുന്നു. ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു വാർത്ത വരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഇൻ ഡയബ് എന്ന് പറഞ്ഞൊരു പഠനം നടത്തിയപ്പോൾ 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യയിലെ 83% പേർക്ക് ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നുണ്ട്. അത് ഞെട്ടിക്കുന്ന കണക്കാണ്. എന്നിട്ട് അതിൻ്റെ കാരണം അതിൻ്റെ താഴെ അവർ എഴുതിയിട്ടുണ്ട്. അമിത അളവിലുള്ള അരിയും ഗോതമ്പും മധുരവും ആണ് ഇതിനുള്ള കാരണങ്ങളെന്നും നല്ല അളവിൽ പഴങ്ങളും പച്ചക്കറികളും പ്രോട്ടീൻ കഴിച്ചാൽ ഇത് മാറുമെന്നും ഗവേഷണം കണ്ടെത്തി. ഇത് എത്ര പേര് വായിച്ചു എന്ന് എനിക്കറിയില്ല. പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. അത് പത്രത്തിൽ പറയുന്ന പല വാർത്തകളിൽ ഇടയിൽ വന്നൊരു വാർത്ത. അതിലെ ഒരു വരി ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കില്ല. പക്ഷെ ആ ഒരു വരിയാണ് നമ്മുടെ രാജ്യത്തിനെ രക്ഷിക്കാൻ പോകുന്നത്. ആ ഒറ്റ വരി ഇല്ലെങ്കിൽ അതായത് ഇപ്പോൾ 83% പേർക്ക് ജീവിതശൈലി രോഗത്തിൽ ഒന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അതിശയിക്കില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന 100% പേരുടെയും കുടുംബത്തിൽ ഒരാൾക്ക് ഈ പറഞ്ഞ ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇതിലൊന്നുണ്ട്. അതില്ലാത്ത ഒരാളില്ല. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഡോക്ടർമാര് പണ്ടൊക്കെ ഞങ്ങളൊരു ടൈപ്പ് 2 പ്രമേഹ രോഗിയെ കാണുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ വയസ്സ് 40, 50, 60. വർഷങ്ങൾ ചെല്ലും തോറും പ്രായം കുറഞ്ഞിട്ട് ഇന്ന് ഞാൻ 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികളെ ഡയബറ്റീസും ഫാറ്റി ലിവറുമായിട്ട് കാണുകയാണ്. 12 വയസ്സ്. അവൻ്റെ അച്ഛനും ഉണ്ട്, അവനും ഉണ്ട്. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മുടെ രോഗം എത്തിയിരിക്കുന്നു. ഇത് പക്ഷെ നമ്മളിൽ പലരെയും അതിശയിപ്പിക്കുന്നില്ല. നിങ്ങൾ തന്നെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. കുട്ടികളിൽ പലർക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ചില ആൾക്കാരെ ഞാൻ നാണം കെടുത്താൻ പറയുന്നതല്ല, പക്ഷെ ഇതൊരു അടയാളമാണ്. ഈ അമിതവണ്ണത്തിനോടൊപ്പം കഴുത്തിൽ ഇങ്ങനെ ഒരു വലിയ കറുത്ത അടയാളം കാണും. പലരും അതിനെ ഈഞ്ചയൊക്കെ ഇട്ട് ഉരച്ച് കളയും, പോകാൻ അഴുക്കാണെന്ന്. അത് അഴുക്കല്ല, അത് എക്കാന്തോസിസ് എന്ന് പറയുന്ന ഒരു അടയാളമാണ്. ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല എന്നൊരു അടയാളമാണ്. സിമ്പിളാണ്. നമ്മുടെ പല കുട്ടികൾക്കും അതുകൊണ്ട്, കഴുത്തിലും കക്ഷത്തിലും ഒക്കെ. അപ്പൊ അവന് ഓൾറെഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഒറ്റ വരിയാണ് ഇപ്പൊ അതിന്റെ നിർവചനം: അമിതമായ ആന്തരിക കൊഴുപ്പ്. ആന്തരിക കൊഴുപ്പ് കൂടുന്നതാണ് ഈ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നത്. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഫാറ്റി ലിവർ. ഓക്കെ, ഇനി ഞാൻ എല്ലാവരും ഞെട്ടുന്ന ഒരു കണക്ക് പറയാം. 1972, വെറും 50 വർഷം മുമ്പ് ഇന്ത്യയിൽ പ്രമേഹ രോഗനിരക്ക് 2%. അപ്പൊ അവിടുന്ന് എങ്ങനെ നമ്മൾ ഈ 83-ലെത്തി? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: നമ്മുടെ ജീവിത ശൈലി തെറ്റി. ഇന്ന് ഒരു 5 കൊല്ലം മുമ്പ് സാധനം വാങ്ങിക്കാൻ കടയിൽ പോണം. ഇന്നിപ്പം സാധനം വാങ്ങിക്കാൻ കടയിൽ പോകണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിരി വരും. കാരണം അപ്പ കിട്ടും. 10 മിനിറ്റിലധികം ആണെങ്കിൽ നമ്മൾ വെണ്ടറിനെ മാറ്റും. ദുബായിൽ ഡ്രോൺ വന്നു കഴിഞ്ഞു. ഇതിപ്പോ ട്രാഫിക് ബ്ലോക്ക് വരും. ഇനി അവിടെ നമ്മൾ AI വന്നു. ഇപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ മതി, പായസം വരട്ടെ, വാ തുറന്നാൽ മതി, മിഴുകണം, അത്രയും നമ്മൾ ചെയ്യണം. അപ്പൊ ആ അവസ്ഥയിലേക്ക് സാപ്പിയൻസ് എത്തി, ഹണ്ടർ ഗാദറർ. അതുകൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് താങ്കൾ സൂചിപ്പിച്ച 3 സേഫ്റ്റി: മെറ്റബോളിക് സേഫ്റ്റി, ബയോളജിക്കൽ സേഫ്റ്റി, കെമിക്കൽ സേഫ്റ്റി. ബയോളജിക്കൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ രോഗാണുക്കൾ. അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ പത്മകുമാർ, അദ്ദേഹം ഇൻഫെക്ഷൻസിന്റെ എക്സ്പേർട്ടാണ്, അദ്ദേഹം അതിനെ കുറച്ചുകൂടെ പറയും. അതായത് നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മൾ കഴിച്ച ഭക്ഷണം, ഇന്ന് വൈകുന്നേരം കഴിച്ച ഭക്ഷണം ചീത്തെങ്കിൽ ഇന്ന് രാത്രി തന്നെ വയറിളകി ഛർദ്ദിച്ചു. പക്ഷെ ഇതല്ല, മെറ്റബോളിക് അതല്ല. വർഷങ്ങളായി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നതാണ് അമിതമായ കൊഴുപ്പിലേക്ക് നയിച്ചത്, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിലേക്ക് നയിച്ചത്. അപ്പൊ അതിന് സ്ഥിരമായി ചെയ്യണം. ഇന്നൊരു ദിവസം വട കഴിച്ചതല്ല. അപ്പൊ അതിനകത്ത് ബയോളജിക്കൽ, കെമിക്കൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, ഇപ്പൊ ഈ പറയുന്ന സാധാരണ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏത് മാമ്പഴം എടുക്കണം, നമ്മൾ ഏത് തക്കാളി എടുക്കണം, എവിടെ ഈച്ച ഇരിക്കുന്നോ അതെടുക്കുക, എന്നിട്ട് നല്ലപോലെ കഴുകി ഉപയോഗിക്കുക. കാരണം അതിനകത്ത് കെമിക്കൽ ഇല്ല, അല്ലേ? അപ്പോ അത് പത്മകുമാർ സാർ കുറച്ചുകൂടെ പറയും. കെമിക്കൽ സേഫ്റ്റി, ബയോളജിക്കൽ സേഫ്റ്റി, മെറ്റബോളിക് സേഫ്റ്റിയാണ് എൻ്റെ പ്രധാന വിഷയം. ഇത് മെറ്റബോളിക് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഉപാപചയം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും അതിശയിപ്പിക്കുന്ന ഓർഗനാണ്. ഓരോ കോശവും സ്വയം ശ്വസിക്കുകയാണ്. അപ്പൊ അതിനുള്ള പ്രാപ്തി കൊഴുപ്പടിയുന്നതോടെ അതിന് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട്
നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ ഒറ്റ വരിയിൽ പറഞ്ഞു നിർത്തുന്നു, ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ശരീരത്തിലേക്ക് കൊഴുപ്പ് അധികം പോകാതിരിക്കണമെങ്കിൽ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റിൽ പകുതി പച്ചക്കറി നിറയ്ക്കണം. ഒപ്പം ഫലവർഗ്ഗങ്ങൾ, 1/4 ഭാഗത്ത് പ്രോട്ടീൻ, പയറ്, പരിപ്പ്, കടല, മുട്ടവെള്ള, ചിക്കൻ, മീൻ, ഉഴുന്ന്, കപ്പലണ്ടി, ധാന്യങ്ങൾ 1/4 ഭാഗത്തിൽ അധികമാകാൻ പാടില്ല. ഇടനേരങ്ങളിൽ ഫ്രൂട്ട്സ് എടുക്കാം, നട്ട്സ് എടുക്കാം. കഴിയുന്നിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണയും ഉപ്പും മധുരവും കുറയ്ക്കുക. നമ്മൾ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. നമ്മൾ എത്രത്തോളം ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഡേ ബൈ ഡേ നമ്മൾ കേൾക്കുന്ന ഓരോ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും മലയാളിക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന ഒരു കുക്കിംഗ് രീതി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും പറയില്ല, സാമ്പാർ നമ്മുടെ ഭക്ഷണമല്ല, നമ്മുടെ നാട്ടിലേക്ക് വന്നു ചേർന്ന ഭക്ഷണമാണ് എന്ന് പറയും. അവിയൽ നമ്മുടെ ഭക്ഷണമാണ്. കാരണം അത് വേവിക്കുന്ന, നമ്മളിങ്ങനെ കറികൾ മാത്രം, പച്ചക്കറികൾ മാത്രം ഇട്ട് വേവിക്കുന്ന. അപ്പം പലപ്പോഴും ഇന്നും പല ഗ്രാമങ്ങളിലും ഉണ്ട് പച്ചക്കറിക്ക് വില കൂടിയെന്ന് പറഞ്ഞാലൊന്നും അവർക്ക് അതൊന്നും ഏശുമില്ല. അവർ പറമ്പിലിറങ്ങി ഒരു കാച്ചിൽ പറിച്ചു, അല്ലെങ്കിൽ ഒരു ചേമ്പ് പറിച്ചു, അല്ലെങ്കിൽ കുറച്ച് മുരിങ്ങയുടെ ഇല പറിച്ചു, അല്ലെങ്കിൽ ചീര ഉണ്ടാക്കി അതിൽ നിന്ന് അവർ ആരോഗ്യം കണ്ടെത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് ആരോഗ്യത്തോടു കൂടി. പക്ഷെ നമ്മൾ അവരെ മാതൃകയാക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ശ്രീജിത്ത് സാർ സൂചിപ്പിച്ചതുപോലെയുള്ള ആ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ കുക്കിംഗ് രീതിയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും ഒക്കെ അതിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ സാർ നേരത്തെ തുടങ്ങി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം, അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് തുടങ്ങി, അത് കഴിഞ്ഞ് നമ്മൾ 3 മണി, വൈകുന്നേരത്തെ 4 മണിയുടെ ചായ. ഞങ്ങൾ അടുക്കള സജീവമാണ്, ഞങ്ങളെല്ലാം അടുക്കളയിൽ ഉണ്ടാക്കിയതാണ് കഴിക്കണം. പക്ഷെ ഇത്രയും സാധനങ്ങൾ നമുക്കൊരു ദിവസം വേണോ ഇന്ന് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമുക്ക് ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ടോ ഒരു ദിവസം? ഇത്രയും ഭക്ഷണ പദാർത്ഥം നമുക്ക് ആവശ്യമുണ്ടോ? കാരണം അതിനുള്ള വ്യായാമം നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ? അത് എത്രത്തോളം പ്രധാനമാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന് ശരാശരി ഒരു ദിവസം ആവശ്യമുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കാലറി കണ്ടന്റ് വെച്ചിട്ടാണ് അത് നമ്മൾ പറയുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2400 കാലറി എനർജിയാണ് നമുക്ക് വേണ്ടത്. അത് ഈ പറയുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ ഭക്ഷണ രീതി വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ എത്രയോ മടങ്ങ് കൂടുതലാണ് നമ്മൾ കഴിക്കുന്നതെന്നുള്ളത് നമ്മളത് കണക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് ഈ ഇപ്പോൾ ഡോക്ടർ ശ്രീജിത്ത് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 72-ലും 73-ലും ഒക്കെ വളരെ അപൂർവമായിരുന്ന രോഗങ്ങൾ ഇപ്പോൾ സർവ്വവ്യാപിയായിരിക്കുന്നു. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലായിട്ട് കേരളം മാറുന്നു. ഏറ്റവും കൂടുതൽ 3 പേരിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷനുണ്ട്, 5 പേരിൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ തന്നെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണത്തിനൊരു വലിയ പങ്കുണ്ട്. രണ്ടാമത്തേത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എക്സസൈസിന് യാതൊരു തരത്തിലുള്ള പൊതു ഇടങ്ങളുമില്ല. നടക്കാൻ പോയി കഴിഞ്ഞാൽ പട്ടിശല്യം കാരണം നമുക്ക് നടക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ എന്നെ കാണാൻ വരുന്നവരെല്ലാവരും പറയുന്നത് നടക്കാൻ പറ്റുന്നില്ല സാറേ, കാരണം എന്താ? പട്ടിശല്യം. അത് കാരണം നടപ്പൊഴിവാക്കി. അപ്പോൾ ഈ രീതിയിൽ 2 അൺഹെൽത്തി കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ വലിയൊരു വ്യാപനം ഉണ്ടായി. അപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഭക്ഷണ രീതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനങ്ങളും നിർവചനങ്ങളുമുണ്ട്. ഒരു ദിവസം നമ്മൾ ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. പ്രഭാത ഭക്ഷണം തന്നെയാണ് ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ടത്. ഇപ്പോൾ ഫുഡ് പ്ലേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഭക്ഷണ തളികയെക്കുറിച്ച് പറഞ്ഞു. 1/4 എന്ന് പറയുന്നത് പഴങ്ങളായിരിക്കണം, 1/4 പച്ചക്കറികളായിരിക്കണം, 1/4 ധാന്യങ്ങളായിരിക്കണം, 1/4 മാംസ്യമായിരിക്കണം. ഈ രീതിയിലൊരു ഫുഡ് പ്ലേറ്റൊക്കെ ഭക്ഷണ തളികയെല്ലാം ഡയറ്റീഷ്യൻസ് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാത ഭക്ഷണം ഏറ്റവും നന്നായിട്ട് കഴിക്കുക. പക്ഷേ അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു പോരായ്മ ഉള്ളത്. പലപ്പോഴും ഓഫീസിൽ പോകുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഒന്നും രാവിലെ കഴിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരികയില്ല. അവർ പലപ്പോഴും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റോടെ ചേർത്ത് ബ്രഞ്ചായി കഴിക്കുന്നു. ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഓക്കെ, നമ്മുടെ ഈ പലപ്പോഴും ചോറ് കൂടുതൽ കഴിച്ച് കൂട്ടാനൊക്കെ കുറച്ച് കഴിച്ചിട്ടുള്ള ഒരു രീതി. അത്താഴം എന്ന് പറയുന്നത് ഏറ്റവും മിതമാകണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത്തിപ്പഴത്തോളം എന്ന് പറയുന്നെങ്കിൽ ഇപ്പോൾ അത്താഴം വല്ലാതെ കൂടിയിരിക്കും. അത്താഴം ഹെവി ആയിരിക്കുന്നു. നമുക്ക് രാത്രി കാലങ്ങളിൽ മാത്രം തുറക്കുന്ന റെസ്റ്റോറൻറ്റുകൾ കാണാൻ സാധിക്കും. വഴിയോരങ്ങളിലെല്ലാം അത്താഴം എന്ന് പറയുന്നത് ഒരു ആഘോഷമായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു കൂട്ടുകാരും എല്ലാവരുമായിട്ട് ചേർന്നിട്ടുള്ളൊരു വലിയ ആഘോഷം. അപ്പോൾ നമ്മൾ അകത്താക്കുന്ന ഈ ഭക്ഷണം മുഴുവൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ കൊഴുപ്പായിട്ട് മാറുകയും അബ്ഡോമിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പായിട്ട് മാറുകയും അതിൽ നിന്നും പ്രമേഹത്തിനോട്ടുള്ള വഴി തുറക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ രീതിയിലൊരു ഹെൽത്തി ഫുഡ് സ്റ്റൈല് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെയും ഉച്ചഭക്ഷണം മന്ത്രിയെ പോലെയും അത്താഴം
യാചകനെ പോലെയും കഴിക്കണം എന്നൊരു പ്രമാണം തന്നെ ഉണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ട്രഡീഷണൽ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ള സമീകൃതമായിട്ടുള്ളൊരു പോഷക ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്കുള്ളത്. ഇപ്പോൾ ഇഡ്ഡലിയും സാമ്പാറുമാണെങ്കിലും പുട്ടും കടലയുമാണെങ്കിലും അപ്പവും മുട്ടക്കറിയാണെങ്കിലും ഇതിനു മുൻപ് കഞ്ഞിയും പയറുമായിരുന്നെങ്കിലും ഇതെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ ശരിയായിട്ടുള്ള സങ്കലനമാണ്. ആ രീതിയിലുള്ളൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കാൻ നമുക്ക് സമയമില്ല. ഇപ്പൊ സ്മൂത്തിയാണ് സർ. സ്മൂത്തി എന്ന് പറയുമ്പോൾ അതായത് മനസ്സിലായി. ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചറിയാം സ്മൂത്തി കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മള് പാലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ച് ഒറ്റ കുടിക്കലാണ്. അപ്പൊ അതിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഫൈബറിന്റെ ഒന്നും യാതൊരു ഒരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല. സ്മൂത്തി ഉണ്ട്. ഫ്രൂട്ട്സ്, ഹോൾ ഫ്രൂട്ട്സ് ആണോ കഴിക്കുന്നത് നല്ലത്, ഫ്രൂട്ട് ജ്യൂസ് ആണോ നല്ലത്? ഹോൾ ഫ്രൂട്ട് ആണ് നല്ലത്. കാരണം ഫ്രൂട്ട് ജ്യൂസ് ആകുമ്പോൾ പല കാര്യങ്ങളും നോക്കാണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നു, വെക്കുന്ന പാത്രം നോക്കണം എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പക്ഷെ പഴം കഴിക്കുകയാണെങ്കിൽ അത് നോക്കേണ്ടതില്ല. പക്ഷെ കഴിക്കേണ്ടത് ഹോൾ ഫ്രൂട്ട്സ് തന്നെയാണ്. കാരണം പഴങ്ങളിനകത്ത് അടങ്ങിയിരിക്കുന്ന നാരുകൾ, അതിന് പോഷക ഗുണമില്ലെങ്കിൽ പോലും അതിനകത്ത് മറ്റു പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇപ്പോൾ അടുക്കളയിൽ നിന്നുള്ളതാണ്, പാചകവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുക്കളയിൽ തന്നെ നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കണം. നമ്മുടെ മലയാളിയുടെ അടുക്കളകൾ കൂടുതൽ സജീവമാകണം, നമ്പർ 1. നമ്പർ 2, അവിടെ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഈ പറഞ്ഞതുപോലെ കെമിക്കൽസ് നിറഞ്ഞതും അല്ലെന്നുണ്ടെങ്കിൽ രോഗാണുക്കൾ നിറഞ്ഞതും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമായിരിക്കരുത്. അതോടൊപ്പം തന്നെ കഴിക്കുന്ന രീതിയിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ നമുക്കുണ്ടായിരുന്നു. അതിലേറ്റവും നന്നായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും കുട്ടികൾക്ക് പ്രത്യേകിച്ചും നിർബന്ധമായിട്ടും കൊടുക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, അത്താഴം എന്ന് പറയുന്നത് ഏറ്റവും മിതമാക്കുക. ഇടനേരങ്ങളിൽ പഴങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ആവിയിൽ പുഴുങ്ങിയിട്ടുള്ള കൊഴുക്കട്ടയോ അതുപോലെയുള്ള 4 മണി പലഹാരങ്ങളോ മറ്റോ കഴിക്കുക. കഴിയുന്നത്ര വറപൊരി സാധനങ്ങളും അതുപോലുള്ള കടികളും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീജിത്ത് സാർ ഇപ്പൊ പറഞ്ഞു നിർത്തിയത് ഒരു ബേസിക് പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ മെറ്റബോളിസ്റ്റിക് സേഫ്റ്റി തന്നെയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പഠനങ്ങൾ പലതും സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരം തന്നെ അതിനൊരു അലാറം തരുന്നുണ്ടെന്നുള്ളതാണ്. ശരീരത്തിന് സ്വന്തമായ ഒരു അലാം സിസ്റ്റം ഉണ്ട്. അതൊരു രാത്രി 10 മണിയാകുമ്പോഴത്തേക്ക് അത് ഷട്ട് ഡൗൺ അലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചവെള്ളം കുടിച്ചാൽ പോലും ദഹിക്കില്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ അലാം സിസ്റ്റത്തെ കുറിച്ചൊന്നും നമ്മൾ ബോധവാന്മാരല്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം ആ അലാം നമ്മൾ സാധാരണ രാവിലെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി അലാം വെച്ചിട്ട് അത് ഓഫ് ചെയ്ത് കിടന്നുറങ്ങണ പോലെ ഈ അലാം നമ്മൾ ഓഫ് ചെയ്യുകയാണ്. പക്ഷെ ശരീരം നൽകുന്ന ആ അലാം സിസ്റ്റത്തെ നമ്മൾ എത്രത്തോളം കരുതേണ്ട ഒരു സാഹചര്യത്തിലാണ്. കാരണം ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണത്തിൻ്റെ കുറവ് ഒക്കെ നമുക്കുള്ളപ്പോൾ ഇതിന് നമ്മൾ എത്ര കണ്ട് ഈ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ആക്ച്വലി നീ കുറച്ചുകൂടെ വോളിയം ചെയ്യാമോ? ഞാൻ ഒരുപാട് ശബ്ദത്തിലാണ് ഈ സംസാരിക്കുന്നത്. സാർ ഈ മൈക്ക് എടുക്കും. ഓക്കെ, ശരി, ഇപ്പൊ ഓക്കെ. മറ്റേ എനിക്ക് ഒട്ടും വോളിയം, ഞാൻ ഒരുപാട് ശബ്ദത്തിൽ സംസാരിക്കായിരുന്നു. റൈറ്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് കാട്ടിലേക്ക് തിരിച്ചു പോവാം. ലക്ഷക്കണക്കിന് വർഷം മുമ്പ്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ വീണ്ടും നമ്മൾ മറന്നു പോകുന്നത്, അതാണ് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത്. സാപ്പിയൻസ് ആണ് നീ. ഒരുപക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകങ്ങളിലൊന്ന് സാപ്പിയൻസ് ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മളത് ഓർക്കുന്നത്? കാരണം ഈ സ്പീഷീസ്, ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസ് എന്ത് കഴിക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്ക് പരിണാമം അറിയണം, നമുക്ക് എവല്യൂഷൻ അറിയണം. ലോകത്ത് ഭക്ഷണശൈലി അല്ലെങ്കിൽ ജീവിതശൈലി മാറിയ ഒറ്റ ജീവിയേ ഉള്ളൂ. നമ്മൾ വളർത്തുന്ന ജീവികളും. ആന അന്നും പിന്നെ ഇലകളെ ഇന്നും ഇലകൾ, മാൻ അന്നും പുല്ല് ഇന്നും പുല്ല്, പിന്നെ മാൻ ഷവർമ കഴിച്ചു തുടങ്ങിയിട്ടില്ല, പിന്നെ നമ്മുടെ സിംഹം വെജിറ്റബിൾ പുലാവും കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുപോലെ അവർ ഭക്ഷണം തേടുന്ന രീതി, അതുകൊണ്ടാണല്ലോ അരിക്കൊമ്പൻ ഇവിടെ പിടിച്ചിട്ട് അവിടെ കിട്ടുന്നത്. കാരണം അവർ അലഞ്ഞു നടക്കാണ്. നമ്മളും അങ്ങനെയാണല്ലോ നമ്മൾ അവിടുന്ന് ആഫ്രിക്കൻ കാടുകളിൽ നിന്ന് തിരുവനന്തപുരത്ത് വഴുതക്കാടും തൈക്കാടും ഇവിടെയും ഒക്കെ എറണാകുളത്തും കാടുണ്ടായിരിക്കും. എനിക്ക് തിരുവനന്തപുരത്തെ കാടുകളെ അറിയാവുള്ളൂ. അപ്പോൾ അവിടെ എത്തിയത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. പത്മകുമാർ സാർ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നു. ഇതെല്ലാം നമ്മളൊന്ന് തിരിച്ച് കാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോൾ രാവിലെ എഴുന്നേറ്റിരിക്കും, രാവിലെ 6 മണിക്ക് എണീറ്റിരിക്കും. കാരണം രാത്രി നമുക്ക് സേഫ് അല്ല. 6 മണിക്ക് നമ്മൾ തിരിച്ചു കയറും. നമുക്ക് വീട്ടിൽ ഫ്രിഡ്ജില്ല, നമുക്ക് വീട്ടിൽ മീൽ സേഫ് ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടിയില്ല, പാക്കറ്റില്ല, ബാഗില്ല, കൂടെയില്ല. അപ്പോൾ കഴിഞ്ഞിട്ട് അപ്പോൾ 6 മണിക്ക് തിരിച്ചു കയറണമെങ്കിൽ വീടില്ല, ഉള്ള സ്ഥലത്ത്, അവിടെ തമ്പടിക്കുന്ന സ്ഥലത്ത്
ഒരു 4 മണി 5 മണിയാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ രാവിലെ 6 മണിക്ക് തിരക്കി തുടങ്ങുമ്പോൾ 7 മണി അല്ലെങ്കിൽ 8 മണി അല്ലെങ്കിൽ 9 മണിക്കായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുന്നത്. അതാണ് നമ്മൾ ഇന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. 16 hours, 8 hours ഈറ്റിംഗ്, 16 hours ഫാസ്റ്റിംഗ് നമ്മൾ പറയുന്നു. 16 മണിക്കൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 12 മണിക്കൂറെങ്കിലും നമ്മൾ കഴിക്കാതിരിക്കണം. ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓട്ടോഫേജി എന്ന് നൊബേൽ സമ്മാനം കിട്ടിയ കണ്ടുപിടുത്തമാണ്. അതായത് നമ്മുടെ ബോഡിയുടെ സെൽസ് എങ്ങനെ റീജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിപ്പയർ, ബോഡി റിപ്പയറിന്റെ സ്വിച്ച് ഓൺ ആവണമെങ്കിൽ 14 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കണം. 14 hours, 14 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ബോഡി റിപ്പയറിന്റെ സ്വിച്ച്, ഓട്ടോഫേജി സ്വിച്ച് ഓൺ ആവുന്നത്. അതുകൊണ്ടാണ് ഈ പല യോഗിമാരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പൊ പത്മകുമാർ സാറിന് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, എന്നെക്കാളും വണ്ണം കുറഞ്ഞ ആളാണ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് അവരുടെ യുവത്വം നിലനിൽക്കുകയാണ്. മുടി കറക്കുന്നോ വിളിക്കുന്നോ എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ചില ആൾക്കാരെ നമ്മൾ കണ്ടെങ്കിൽ അവർക്ക് നല്ല സ്റ്റാമിനയാണ് 70, 80 ഒക്കെ ആവുമ്പോഴും. മറ്റവർ 40, 50 ആവുമ്പോൾ തന്നെ ചാരുകസേരയിലും കട്ടിലും ആയി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് 3 പ്രിൻസിപ്പിൾസ് ഹെൽത്തി ലിവിംഗ്, ആക്ച്വലി 4 പ്രിൻസിപ്പിൾസ്. 1, ഗുഡ് ഫുഡ്, നല്ല ഭക്ഷണം, അതെന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. 2, നല്ല വ്യായാമം. ഒരു കാട്ടിൽ ജീവിക്കുന്ന ആള് ജിമ്മിൽ പോണോ? കാരണം അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ ഓൾറെഡി മരത്തിൽ കയറുന്നു, ചാടുന്നു, പിന്നെ പുലി വരുമ്പോൾ ഓടുന്നു, പിന്നെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുന്നു. അപ്പൊ ഓൾറെഡി ഓൾ ദിസ് എക്സസൈസ് ഈസ് ഡൂയിങ്. ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ അത് തർജ്ജമ ചെയ്താൽ 4 എക്സസൈസ് ആണ്. 1, എയറോബിക്സ്, കിതയ്ക്കുന്ന, വിയർക്കുന്ന, നെഞ്ചിടിക്കുന്ന വ്യായാമം എല്ലാ ദിവസവും മിനിമം അരമണിക്കൂർ, സാധിക്കുമെങ്കിൽ 3/4 മണിക്കൂറോ അതിലപ്പുറമോ. ഞാൻ എല്ലാ ദിവസവും 1-1.5 മണിക്കൂർ സൈക്കിൾ കിട്ടുന്ന ആളാണ്. ഇനി എത്ര തിരക്കുണ്ടെങ്കിൽ ഇന്ന് പറ്റിയില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഐ ഡു ദാറ്റ്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യായാമം, ചിലർക്ക് സൂംബ ആയിരിക്കാം, ചിലർക്ക് ഷട്ടിലായിരിക്കാം, വാട്ടെവർ. 2, മസിൽ എക്സസൈസസ്. മസിലാണ് ഹാർട്ട്, മസിലാണ് ലൈഫ്. നമ്മൾ എല്ലാ ദിവസവും എയറോബിക്സ് ചെയ്താൽ ഫാറ്റ് പോവില്ല. ഫാറ്റ് പോകണമെങ്കിൽ മസിൽസ് ബിൽഡ് ചെയ്യണം. ഇന്ന് തന്നെ കിഷോർ സാർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞിരുന്നു ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, ചെറിയ എക്സസൈസ് മതി. ചെറിയ സിറ്റപ്സ്, പുഷപ്സ്, കുറച്ച് ഡംബിൾസ്, അങ്ങനെ തന്നെത്താണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മതി. അത്തരം സാധനങ്ങൾ ചെയ്ത് ആഴ്ചയിൽ 3 to 4 days. 3-മത്തത് ഫ്ലെക്സിബിലിറ്റി, വഴക്കം വരുത്താൻ യോഗയോ എയറോബിക്, ലൈക്ക് വാട്ടെവർ, ബാലൻസിങ് എക്സസൈസ്. 4-മത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിത്യജീവിതത്തിൽ മാക്സിമം ഊർജ്ജം ചെലവാക്കണം. ഒരു സ്റ്റോപ്പ് മുമ്പിൽ ഇറങ്ങുക, ലിഫ്റ്റ് ഒഴിവാക്കുക, പിന്നെ നടന്നു പോവുക, അല്ലെങ്കിൽ സൈക്കിളിൽ പോവുക, അങ്ങനെ നിത്യജീവിതത്തിൽ. അപ്പം ഇത് 3-മത്തതാണ്. അപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു, ഗുഡ് ഫുഡ്, ഗുഡ് എക്സസൈസ്. 3-മത്തത് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആഴ്ചയിൽ 1 ദിവസമെങ്കിലും 16 hours ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ 1-2 ദിവസം. ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും 12 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ചെയ്യണം. 8 to 8 എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുക. 14 hours പറ്റിയാൽ നല്ലത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സ്ലീപ്പിംഗ്. 5 to 8 hours, 7 hours ഐഡിയൽ, 5 to 8 hours സ്ലീപ്പ് കിട്ടിയേ പറ്റൂ. അതിൽ ചിലർ പറയും ഞാൻ ഉറക്കമഴിച്ചിരുന്ന് പഠിച്ചു, അവൻ തോറ്റു പോകും. നന്നായി ഉറങ്ങി പിറ്റേ ദിവസം പോകുമ്പോൾ അവൻ ഇതെല്ലാം ഓർമ്മ വരും. അതുകൊണ്ട് 5 to 8 hours സ്ലീപ്പ് വേണം. അത് എപ്പോൾ വേണം, എങ്ങനെ വേണം, എല്ലാം ലെഫ്റ്റ് ചെയ്യൂ. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മൾ മൊബൈലും TV-യും ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് നിർത്തിവെക്കണം. അടുത്ത ഒരു റൗണ്ട് കൂടെ കിട്ടിയ 1-2 ചെറിയ കാര്യങ്ങൾ കൂടി പറയാം. ഓക്കെ സാർ, ഞാൻ അടുത്ത ഒരു കാര്യം ചോദിക്കാൻ വന്നത് ഇപ്പൊ ഈ ഗുഡ് ഫുഡ് എന്ന് പറഞ്ഞതിനെ പറ്റി തന്നെയാണ്. അതായത് എല്ലാവരും പറയും എനിക്കൊരു നല്ല ഡയറ്റ് പ്ലാൻ ഉണ്ട്, എനിക്കൊരു നല്ല ഡയറ്റീഷ്യൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഡയറ്റ് ചാർട്ട് കണ്ടിട്ടുണ്ട്, ഇത് മറ്റേ കമ്പനി അവരുടെ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് നടൻ മമ്മൂട്ടി ഫോളോ ചെയ്യുന്ന ഡയറ്റാണ്, ഇത് മോഹൻലാലിൻ്റെ ഡയറ്റാണ്. പക്ഷേ എവറി പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ് അല്ലേ? എൻ്റെ ഡയറ്റ് പ്ലാൻ സാറിന് സൂട്ടാവില്ല, സാറിൻ്റെ ഡയറ്റ് പ്ലാൻ ഈ സാറിന് സൂട്ടാവില്ല. എല്ലാവർക്കും ഒരു വീട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ഡയറ്റ് പ്ലാൻ. അപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കും അതൊക്കെ സാധ്യമാണോ? നമ്മളൊരു ചോറുണ്ടാക്കണു, ഒരു കറി ഉണ്ടാക്കണു, ഞങ്ങളുടെ ബഡ്ജറ്റിൽ അതൊക്കെ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് അങ്ങനെ അല്ലാത്തൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ സാധ്യമാണോ? ഈ മില്ലറ്റ്സ് ഒക്കെ കഴിക്കുക പറഞ്ഞാൽ അതൊക്കെ കോസ്റ്റ്ലി അല്ലേ, എങ്ങനെ കിട്ടാനാ? അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? പലതരത്തിലുള്ള ഡയറ്റുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മുട്ട മാത്രം കഴിച്ചുകൊണ്ടുള്ളത്, അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ എന്നത് ഇന്ന് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആണോ, അല്ലെങ്കിൽ അത് ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് ആവശ്യമാണോ? ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഡയറ്റ് പ്ലാൻ ആവശ്യമുള്ള ആൾക്കാരുണ്ട്.
അത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന ചികിത്സയിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് തന്നെ ഭക്ഷണ ക്രമീകരണമാണ്. അങ്ങനെയുള്ളവർക്കൊരു ഡയറ്റ് പ്ലാൻ ആവശ്യമുണ്ട്. അത് ആരുടെ അഡ്വൈസ് പ്രകാരം ചെയ്യണം? കൃത്യമായിട്ട് നമുക്ക് ഒരു ഡയറ്റീഷ്യൻ്റെ പരിചയസമ്പന്നനായ ഒരു ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മൾ ഡയറ്റ് പ്ലാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് പലതരത്തിലുള്ള പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയയിലുള്ള പരസ്യങ്ങൾ, ആകർഷിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇതിനെയെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ആപൽക്കരമായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ഞാനിപ്പോൾ ഡയറ്റ് പ്ലാനിൻ്റെ പേരുകൾ എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും പല രോഗികളെ ഞങ്ങൾക്കറിയാം. അതായത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രമേഹമുണ്ടായിരുന്നവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരാതെ ഈ പറയുന്നത് പോലെയുള്ള മധുരം കഴിച്ച് ഷുഗർ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഉഷ്ണോഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ മധുരം കഴിച്ച് ബസ് പിടിച്ച് പോകുമായിരുന്ന ആൾക്കാർ ആലപ്പുഴയിൽ നിന്നൊക്കെ ബസ് പിടിച്ച് ഈ പറഞ്ഞ ചികിത്സാ കേന്ദ്രത്തിലോട്ട്. പക്ഷേ അങ്ങനെയുള്ളവർ അവസാനം പ്രമേഹം മൂർച്ഛിച്ച് ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അത് ആരുടെ അടുക്കൽ നിന്ന് അതിൻ്റെ അഡ്വൈസ് എടുക്കണം? കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഡയറ്റീഷ്യൻ്റെ ഭാഗത്ത് നിന്ന്. നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ്, പ്രോട്ടീൻ കൂടുതൽ ആവശ്യമുള്ള ഡയറ്റ്, അല്ലെങ്കിൽ കിഡ്നി രോഗികൾക്ക് ആവശ്യമുള്ള ഡയറ്റ്, ലിവർ രോഗികൾക്ക് പിന്നെ ആവശ്യമുള്ള ഡയറ്റ്, പ്രമേഹ രോഗികൾക്ക് ആവശ്യമുള്ള, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഉണ്ട്. പക്ഷേ അതെല്ലാം തന്നെ നമ്മൾ എടുക്കുന്ന സ്രോതസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിരിക്കണം. ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ നമ്മൾ പോകാൻ പാടുള്ളൂ. പിന്നെയുള്ള മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് സെൻ്ററുകളുണ്ട്. ധാരാളം ഫിറ്റ്നസ് സെൻ്ററുകൾ നമുക്ക് എല്ലായിടും ഉണ്ട്, നല്ലത് തന്നെ. ഈ ഫിറ്റ്നസ് സെൻ്ററുകളിലെല്ലാം പലതരത്തിലുള്ള പ്രോട്ടീൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതിനകത്തുമുണ്ട് അപകടം. ഈ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആവശ്യമുള്ളതല്ല പലപ്പോഴും. അത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം, മസിൽ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം ആ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസ് പ്രകാരം മാത്രമേ ഡയറ്റ് പ്ലാൻ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാതെ ബ്ലൈൻഡായിട്ടുള്ള രീതിയിൽ പരസ്യങ്ങളുടെ പുറകെ പോയി ഡയറ്റ് പ്ലാനും മറ്റും സ്വീകരിക്കുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം സാർ ഫാസ്റ്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൂടിയാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരു രീതിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഉപവസിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, വ്രതം നോൽക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ എവിടെയോ പടിക്ക് പുറത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഈ ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഡയറ്റ് പ്ലാനിനെ പറ്റി ചോദിച്ചത്. ശ്രീ സാർ, അടുത്ത റൗണ്ടിൽ എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ നേരത്തെ ഞാൻ സാറിനോട് ചോദിച്ചായിരുന്നു നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പം നേരത്തെ സാർ സൂചിപ്പിച്ച ഒരു വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റി ലിവറാണ്. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ ഏറ്റവും അത് കുറച്ച് എക്സാജറേഷൻ ആണെങ്കിൽ പോലും ഞാൻ ഇവിടെയുള്ള ആളുകളെ എടുത്താൽ പോലും ഒരു പക്ഷേ അറിയാതെ ഫാറ്റി ലിവർ കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് പണ്ടൊക്കെ നമ്മൾ ഒരു കാലം വരെ നമ്മൾ കേട്ടിരുന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ മാത്രമാണ് പ്രശ്നം, നോൺ ആൽക്കഹോളിക് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷെ അതിനും അതിൻ്റെതായ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ സിസ്റ്റം എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കേണ്ടത്? നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാമ്പിൻ്റെ തല കണ്ടു എന്നാണ്, അല്ലെങ്കിൽ വാല് കണ്ടു. അപ്പം ഒരു പാമ്പിൻ്റെ തല കണ്ടാൽ അതിൻ്റെ അർത്ഥം പൊത്തിൻ്റെ പുറകിൽ ബാക്കി മുഴുവൻ ഇരിപ്പുണ്ട്. ഈ ഫാറ്റി ലിവർ എന്ന് നമ്മൾ വിളിക്കുന്നതും ഡയബറ്റീസ് എന്ന് വിളിക്കുന്നതും പ്രഷർ എന്ന് വിളിക്കുന്നതും കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നതും എല്ലാം ഒറ്റ സാധനമാണ്. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതിൻ്റെ കാരണം സിംഗിൾ ഫാക്ടർ ഇൻക്രീസ്ഡ് ഇന്റേണൽ ഫാറ്റ്, അധികമായ ആന്തരിക കൊഴുപ്പ്. അപ്പോൾ ചില ആൾക്കാർ മെലിഞ്ഞിരിക്കുന്നവർ, ചിലർ ചോദിക്കും ഡോക്ടറെ മെലിഞ്ഞിരിക്കുന്നു, അയാൾക്കും ഡയബറ്റീസ് ഉണ്ട്, അയാൾക്കും ഫാറ്റി ലിവർ ഉണ്ട്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ ഫാറ്റ് എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് വരുന്ന ഒറ്റ സ്രോതസ്സാണ്, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പല്ല, നമ്മൾ കഴിക്കുന്ന അന്നജമാണ്, കാർബോഹൈഡ്രേറ്റ്. അന്നജം ഉള്ളിൽ പോയാൽ അതിന് രണ്ട് കാര്യമേ സംഭവിക്കാൻ പറ്റുള്ളൂ. അന്നജം എന്ന് പറഞ്ഞാൽ ഷുഗർ. നമ്മൾ കഴിക്കുന്ന എല്ലാ അന്നജ ഭക്ഷണത്തിലും ഉള്ളത് ഷുഗറാണ്. അത് ആൾക്കാർക്ക് പലപ്പോഴും അത് അറിയില്ല. അരിയിലും പഞ്ചസാരയിലും ഒരേ ഷുഗറാണെന്ന് അറിയില്ല. അത് നമ്മളിപ്പം അപ്പം കഴിച്ചാലും പുട്ട് കഴിച്ചാലും പൊറോട്ട കഴിച്ചാലും ഇടിയപ്പം കഴിച്ചാലും രക്തം എടുക്കുമ്പം പുട്ടുപൊടിയല്ല, ഷുഗർ. സോ ഇറ്റ്സ് ദ സെയിം ഷുഗർ. അപ്പം ഇത് തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അമിതമായി ചായയിൽ പഞ്ചാരയിടില്ല, 9 കൊഴുക്കട്ട കിട്ടും, അപ്പോൾ ഷുഗർ 300 ആവും. അപ്പം അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം എന്താണ് സംഭവിക്കുന്നത്? രക്തത്തിൽ വരുന്ന ഷുഗർ ഒന്നുകിൽ അത് ഉപയോഗിക്കും, അപ്പം തന്നെ ഉപയോഗിക്കും. പക്ഷെ ചെറിയ അളവിൽ മതി, 1 ദോശ, മാക്സിമം 1.5 ദോശയ്ക്ക് നമ്മുടെ ഇത് കഴിഞ്ഞു.
ബാക്കി അല്പം ഷുഗർ മിച്ചം വന്നാൽ ചെറിയ അളവിലെ മിച്ചമുള്ളെങ്കിൽ അത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ് പഞ്ചാര കട്ടയാകും. അത് മസിലിലും ലിവറിലും വെക്കും. അപ്പോൾ മസിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശേഖരിക്കാം. പക്ഷെ നമ്മുടെ പേഴ്സി വയ്ക്കുമ്പോൾ 1,00,000 രൂപയൊന്നും വയ്ക്കാൻ പറ്റില്ല. 1000, 2000 എന്ന് പറഞ്ഞ മാതിരി ഗ്ലൈക്കോജൻ കുറച്ചേ വയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന ഷുഗർ മുഴുവൻ ഫാറ്റ് ആകും. ഇത് കാട്ടിലെ നിയമമാണ്. ഇനി അടുത്ത 5 ദിവസം ചിലപ്പോൾ അവനൊന്നും കിട്ടില്ല. കാട്ടിൽ ഗ്യാരണ്ടി ഒന്നുമില്ല, അല്ലേ? കിട്ടിയാൽ കിട്ടി. അപ്പം എന്ത് പറ്റും? ഈ ഫാറ്റ് തിരിച്ച് ഷുഗർ ആവും. പക്ഷെ നമ്മളെന്താണ് ചെയ്യുന്നത്? രാവിലെ ഇത് കഴിച്ചു, ഉച്ചയ്ക്ക് കല്യാണത്തിന് കയറി, വൈകുന്നേരം വിരുന്നിന് പോയി, പിന്നെ ഓർത്തോസിന് വന്നു, പിന്നെ ദീപാവലി, പിന്നെ ക്രിസ്മസ്, പിന്നെ ജയിച്ചു, പിന്നെ തോറ്റു. ഇതിനെല്ലാം തീറ്റയാണ്. ചിലർ പറയും ഞാൻ ഡിപ്രഷൻ അടിച്ച് തിന്നാണ്, ചിലർ പറയും ഞാൻ സന്തോഷം കൊണ്ട് തിന്നു, അല്ലേ? അപ്പൊ എല്ലാം തീറ്റ. അപ്പൊ അത്രയും കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫാറ്റിന് തിരിച്ച് മെൽറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ആൻ ഇൻഡിക്കേഷൻ. ലിവറിൽ ഫാറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് യുവർ ഇന്റേണൽ ഓർഗൻസ് ഹാവ് ഫാറ്റ്, ഇൻക്ലൂഡിംഗ് പാൻക്രിയാസ്. പാൻക്രിയാസിൽ ഫാറ്റ് വരുമ്പോൾ ഇൻസുലിന്റെ ക്ഷമത കുറയുന്നു. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി പണ്ടൊക്കെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ മദ്യപാനി എന്നാണ്. ഇപ്പൊ പക്ഷെ മദ്യപിക്കാത്തവർക്കും വരുന്നു, അല്ലേ? രണ്ടും കൂടെ ചേരുകയാണെങ്കിൽ അത് വളരെ കൂടുന്നു. ഒരാൾക്ക് ഫാറ്റി ലിവർ ഇല്ല എന്ന് അയാൾ പറയുകയാണെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അയാൾ അൾട്രാസൗണ്ട് ചെയ്തിട്ടില്ല. അൾട്രാസൗണ്ട് ചെയ്ത എല്ലാവർക്കും ഫാറ്റി ലിവർ എന്ന് കാണുന്നു. അത് കണ്ടുകൂടാ, അത് നോർമൽ അല്ല. ലിവറിനകത്ത് ഒരു തുള്ളി ഫാറ്റ് പാടില്ല. സമാധാനിക്കണം, എനിക്ക് ഗ്രേഡ് എ ഉള്ളൂ, അങ്ങനെയാണ്. ലിവർ ക്ലിയർ ആയിരിക്കണം. അതിപ്പോ ഗർഭിണി 2 മാസം ആയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. 9 മാസം കഴിയുമ്പോൾ എന്തായാലും പ്രസവമല്ലേ. അപ്പൊ ഇത് കൂടിയല്ലേ വരുന്നത്. അപ്പൊ അത് സോ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാറ്റി ലിവർ, ചുരുക്കം ആളുകളിൽ ഈ ഫാറ്റി ലിവർ കലശലായിട്ടുള്ള ആൽക്കഹോളിന്റെ അതേ കോഴ്സാണ്, കലശലായിട്ടുള്ള കരൾ പരാജയത്തിലേക്ക് പോകുന്നു. ഓക്കെ, പക്ഷെ അതിനേക്കാൾ ഉപരി ഇത് ഇരിക്കുന്ന ഒരാളിൽ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒന്നുകിൽ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ദേ വരുന്നു. പക്ഷേ ഓൾ ദിസ് ആർ റിവേഴ്സിബിൾ. ഇത് പൂർണ്ണമായി നമുക്ക് തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാം. ഒറ്റ കാര്യം ഓർക്കുക, നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് നോർമൽ അളവിലേക്ക് കൊണ്ടുവരിക. സാധാരണ നമ്മൾ ഇന്ന് പറയുന്ന നോർമൽ അളവ്, കാട്ടില് പുരുഷന്മാർക്ക് 15%, സ്ത്രീകൾക്ക് 20% ശരീരഭാരത്തിൽ പരമാവധി കൊഴുപ്പ്. ഇന്ന് നമ്മൾ അനുവദനീയ അളവ് സ്ത്രീകൾക്ക് 32%, ആണുങ്ങൾക്ക് 25% ശരീര കൊഴുപ്പ്. അത് നമുക്ക് അളക്കാൻ പറ്റില്ല, മിഷൻ വേണം. പക്ഷെ നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു ചെറിയ അളവുണ്ട്. ഒറ്റ ടയൽ ടേപ്പ് എടുത്ത് പുക്കിളുടെ അവിടെ വയറിന് ചുറ്റും അളന്നാൽ സ്ത്രീകളുടെ ഉദര ചുറ്റളവ് 80 സെന്റിമീറ്ററിൽ താഴെയും പുരുഷന്മാരുടെ ഉദര ചുറ്റളവ് 90 സെന്റിമീറ്ററിൽ താഴെയും നിൽക്കണം എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നത്. എല്ലാവരും വീട്ടിൽ പോയി ടേപ്പ് എടുത്ത് അളന്ന് നോക്കണം കേട്ടോ. ഇന്നത്തെ ഉറക്കം പോയി കിട്ടും. അല്ല, ഇത് തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് എവിഡൻസ് ആണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള. ചിലർക്ക് അവർ വീട്ടിൽ പോയി അളക്കുമ്പോൾ വളരെ കൂടുതലാകാം, 100 ആകാം, 120 ആകാം. വിഷമിക്കണ്ട. ഓരോ സെന്റിമീറ്റർ കുറയുമ്പോൾ തന്നെ ഈ എല്ലാ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു. 80% പേർക്ക് പ്രമേഹം വരുന്നത് പോലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി അതെങ്ങനെ ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ: ഗുഡ് ഫുഡ്, ഗുഡ് എക്സസൈസ്, ഫാസ്റ്റിംഗ്, സ്ലീപ്പിംഗ്. അപ്പൊ ഇനി ലാസ്റ്റിൽ ഒരു ലൈൻ ഇതും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പത്മകുമാർ സാർ ഓൾറെഡി അതിനെപ്പറ്റി പറഞ്ഞു. നോ പാക്കറ്റ്സ്, നോ പൗഡേഴ്സ്. ഒരു പാക്കറ്റിന്റെ ആവശ്യമില്ല, ഒരു പൊടിയുടെ ആവശ്യമില്ല. അതെല്ലാം മാർക്കറ്റിംഗ് ഗിമിക്സ് മാത്രമാണ്. ഇനി ഒരാളിപ്പോൾ ഒളിമ്പിക്സിന് പോകുന്നെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ പ്രോട്ടീൻ ആവശ്യമുണ്ട്. ദൈനംദിന പ്രവർത്തികൾക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഭക്ഷണത്തിൽ പക്ഷെ പ്രോട്ടീൻ മറക്കരുത്. പയറ്, പരിപ്പ്, കടല, മുട്ടവെള്ള, ചിക്കൻ, മീൻ, ഉഴുന്ന്, കപ്പലണ്ടി, ഇതൊക്കെയാണ് പ്രോട്ടീൻസ്. നട്ട്സ് ആൻഡ് സീഡ്സ്, ഇപ്പൊ ഒരുപാട് നട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ നട്ട്സിലേക്ക് മാറി. രാവിലെ ഇത്ര കശുവണ്ടി, ഉച്ചയ്ക്ക് കപ്പലണ്ടി, വൈകുന്നേരം വാൾനട്ട്, രാത്രി, അങ്ങനെയല്ല, എല്ലാം കൂടെ ചേർന്ന്. നല്ല ഫുഡാണ് നട്ട്സ്, പക്ഷെ ഭയങ്കര ഊർജമാണ്. എല്ലാം കൂടെ ചേർന്ന് ഒരു ദിവസം ഒരു പിടി നട്ട്സ്. സർ, അതിൽ നമ്മൾ കൺക്ലൂഡിങ് ടൈമിലേക്ക് കൂടെ വരികയാണ്. അപ്പോൾ നമ്മുടെ ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നുണ്ടോ രോഗം എന്നാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാനുള്ള ഒരു സന്ദേശം? അല്ല, ഇവിടെ
നേരത്തെ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഡോക്ടർ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയാറുണ്ട്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യവും പരിപൂർണമായിട്ടുള്ള സ്വസ്ഥതയുമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം. അപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഭക്ഷണം ആരോഗ്യകരമാക്കുക, ആരോഗ്യകരമായിട്ടുള്ള പാചകത്തിലൂടെ ആ ഭക്ഷണം ആരോഗ്യകരമായിട്ടും ശുചിയായിട്ടും കഴിക്കുക എന്നുള്ളതിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പരമ്പരാഗത ഭക്ഷണ രീതികൾ കുറേയെങ്കിലുമൊക്കെ, നമുക്കെല്ലാം ഇപ്പോൾ പഴയതിലേക്ക് മടങ്ങാൻ സാധിക്കുകയില്ല, കാരണം സ്ത്രീകളുമൊക്കെ ജോലിക്കൊക്കെ പോകുന്നൊരു സാഹചര്യമാണ്. എങ്കിൽ പോലും ആഴ്ചയിൽ 1-2 തവണയെങ്കിലും എല്ലാവരും ചേർന്നിട്ട് അടുക്കളയിൽ പാചകം ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഈറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഭക്ഷണ രീതി പരിപൂർണമായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു കേട്ട് ഞങ്ങൾക്ക് രുചിയായിട്ടൊന്നും കഴിക്കാനും പറ്റത്തില്ല. ഇവിടെ നിറച്ച് ഭക്ഷണ സ്റ്റാളുകളാണ്, അവിടെ ഒന്നും പോയി കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല. കഴിക്കാം, ആഴ്ചയിൽ 1 തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 തവണയോ ഈറ്റിംഗ് ഔട്ട് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഭക്ഷണ ശൈലി നമുക്ക് സ്വീകരിക്കാം. എങ്കിൽ പോലും നമ്മുടെ അടുക്കളയിൽ ആരോഗ്യകരമായിട്ടുള്ള വിഭവങ്ങൾ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള രീതിയിലുള്ള വിഭവങ്ങൾ പാചകം ചെയ്യാനും അത് ശുചിയായിട്ടുള്ള അന്തരീക്ഷത്തിൽ കഴിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ഓഡിയൻസിന്റെ ടൈമാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ചിലപ്പോൾ സംശയങ്ങൾ, നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് പലയിടത്തു നിന്നുമായിട്ട് ശേഖരിച്ചിട്ടുള്ള അറിവൊക്കെ ഉണ്ടാവും. അത് ശരിയാണോ എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ 2 പേരോടും 2 ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാൽ മൈക്ക് എത്തിക്കും. ഓക്കെ സർ, പേര് പറയൂ. സാർ, എൻ്റെ പേര് ജോർജ് തോമസ്. ഞാൻ ഫ്രം കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം. ഇവിടെ താമസിക്കുന്ന വയറ്റിലെയാണ് സാർ. എനിക്ക് ഒറ്റ പ്രാവശ്യം 4 ചോദ്യങ്ങളാണ്, എല്ലാം കൺഫ്യൂഷനാണ്. ഒന്ന്, ധാന്യത്തിന് പകരം ധാന്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ, അരി, ഗോതമ്പ് പോലെയുള്ളത്. ധാന്യത്തിന് പകരം കിഴങ്ങ് വർഗ്ഗം ഉപയോഗിക്കാമോ? എക്സാമ്പിൾ, അരിക്ക് പകരം ഗോതമ്പിന് പകരം കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇത് അതിന് പകരം ഉപയോഗിക്കുന്നതുകൊണ്ട് സെയിം എഫക്റ്റ് ഒന്ന്. രണ്ടാമത്തേത്, 2400 കലോറിയാണ് ഒരു അഡൽറ്റിൻ്റെ ഭക്ഷണം കഴിക്കാൻ വേണം പറഞ്ഞത്. മിക്സഡ് ഫ്രൂട്ട്സ് ജ്യൂസ് കഴിക്കാമോ? അതായത് ബീറ്റ്റൂട്ട്, മുളപ്പിച്ച പയർ, മുളപ്പിച്ച കടല, വെളുത്തുള്ളി, ഏത്തപ്പഴം ഓർ മറ്റ് പഴങ്ങൾ, ഇവ ഒരുമിച്ച് മിക്സായിട്ട് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ പ്രശ്നമുണ്ടോ? നാലാമത്തേത്, 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞത്, ആഴ്ചയിലൊന്ന് പറഞ്ഞത്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിച്ചിട്ടുള്ള 16 മണിക്കൂറാണോ അതോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള 16 മണിക്കൂറാണോ വേണ്ടത്? ഞാൻ 2 ഞാൻ ഉത്തരം പറയാം. ഫാസ്റ്റിങ്ങിൻ്റെ സാറും കൂടെ പറയട്ടെ, കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. ഒന്നാമത്തത് ധാന്യത്തിന് പകരം കിഴങ്ങ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതെല്ലാം 2 കാര്യത്തിലാണ്. അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഭക്ഷണമാണ്. മധുരമുള്ള 6 ഭക്ഷണ പദാർത്ഥങ്ങളാണുള്ളത്. 1 മധുരം, 100-ൽ 100 ഷുഗറാണ്. 2 ധാന്യം, 100-ൽ 65 മുതൽ 80 ഷുഗർ. മില്ലറ്റ്സിൽ ഏറ്റവും കുറവ്, അരിയിൽ ഏറ്റവും കൂടുതൽ 65-80%. 3 കിഴങ്ങിൽ ഷുഗർ പക്ഷെ നല്ല കുറവാണ്, 20-30% വരുന്നുള്ളൂ. 4 ഫ്രൂട്ട്സ്, 5-15% ഉള്ളൂ ഷുഗർ. 5 വെജിറ്റബിൾസ്, 5% ഷുഗർ ഉള്ളൂ. 6 പയറുപരിപ്പ് കടലവർഗ്ഗങ്ങളിൽ 48-50% ഷുഗറാണ്. അപ്പോൾ ഇതാണ് 5 ഷുഗർ സ്രോതസ്. ഇതിൽ ഏറ്റവും നല്ല സ്രോതസ് പച്ചക്കറികൾ, കാരണം എത്ര കഴിച്ചു കഴിഞ്ഞാലും ഷുഗർ കൂടത്തില്ല. അത് കഴിഞ്ഞാൽ ഫ്രൂട്ട്, പക്ഷെ ഒരിക്കലും ജ്യൂസ് ആക്കാൻ പാടില്ല. ജ്യൂസ് ആക്കിയാൽ അതിൻ്റെ നാര് പോവും, അതിൻ്റെ കോമ്പസിഷൻ കംപ്ലീറ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഫ്രൂട്ട് ജ്യൂസ് ഇസ് നെവർ അലൗഡ്. ഡയബറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ഹോൾ ഫ്രൂട്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് ഒരു ഗ്ലാസ് ഇടുമ്പോൾ വൈക്കോലിൽ പാക്ക് ചെയ്യാതെ വിടരുത്. ഗ്ലാസ് മാത്രമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പൊടി മാത്രമേ കിട്ടൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഷുഡ് ഓൾവേസ് ബി ടേക്കൺ വിത്ത് ദിസ് തിങ്. ഇനി 3, ഇതാണ് ഞാൻ പറയുന്നത്, പ്രോട്ടീൻ നമുക്ക് വേണം. അപ്പോൾ പയറുപരിപ്പ് കടലയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ ഷുഗർ കിട്ടും. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അതിൽ പ്രോട്ടീൻ വേണം. അങ്ങനെയാണെങ്കിൽ ധാന്യത്തെക്കാൾ നല്ലത് കിഴങ്ങാണ്, പക്ഷെ കിഴങ്ങിനേക്കാൾ നല്ലത് ഫ്രൂട്ടും, ഫ്രൂട്ടിനേക്കാൾ നല്ലത് പച്ചക്കറിയുമാണ്. ഏറ്റവും മോശം മധുരമാണ്. അപ്പൊ അപകടമുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് അല്ല, അത് 2ാമത്തെ ചോദ്യമാണ്. അത് 2ാമത്. ആദ്യത്തേത് ചോറിന് പകരം കപ്പയാകാമോ എന്നാണ് താങ്കൾ ചോദിച്ചത്. അതിന്റെ ഉത്തരം ഇതാണ്: ചോറിന് പകരം കപ്പയും കുറച്ച് മീനും കുറച്ചധികം മലക്കറികളും ഒക്കെ കൂടെ ചേർക്കുക. അല്ലാതെ മുഴുവൻ കൂടെ കപ്പ വെച്ച് റീപ്ലേസ് ചെയ്യരുത്. പക്ഷെ ചോറിനേക്കാൾ ഭേദം കപ്പയാണ്, കപ്പയേക്കാൾ ആപ്പിളാണ്, ആപ്പിളിനേക്കാൾ വെള്ളരിക്കയാണ്. ഓക്കെ, അതാണ് ഷുഗർ കണ്ടന്റ്. 2ാമത്തെ ജ്യൂസ്, ഡോണ്ട് ഡു ദാറ്റ്. എസ്പെഷ്യലി ഈ പറഞ്ഞ മാതിരി പല ആൾക്കാരും രാവിലെ നടത്ത കഴിഞ്ഞിട്ട്, തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കനകക്കുന്ന് കൊട്ടാരമുണ്ട്, അത് നടന്നു കഴിഞ്ഞിട്ട് അതിന്റെ വെളിയിൽ തന്നെ ഒരാൾ നിൽപ്പുണ്ട്. അയാൾ അന്നുള്ള ഐറ്റം എല്ലാം കൂടെ അടിച്ച് കലക്കി കൊടുക്കും. ഇവർ ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞ് ഇത് കുടിക്കും. ഇത് എന്താണ് അയാൾ കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? ഞാൻ ഒരു ദിവസം ഒരു ഒളിമ്പിക്സ് അസോസിയേഷനോട് ചേർന്ന് ഒരു ക്ലാസ് എടുക്കാൻ പോയി മ്യൂസിയത്ത്. അപ്പോൾ ആ നടന്നു വന്ന ആൾക്കാരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും ഒരു റൗണ്ട് നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എത്ര ഊർജം കത്തിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ?
അല്ലെങ്കിൽ 5 റൗണ്ട് ഒരാൾക്കും അറിയില്ല. ഇത് നമ്മൾ അറിയണം. നമ്മുടെ മൈലേജ്, മനുഷ്യന്റെ മൈലേജ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്നാൽ കത്തിക്കുന്നത് കേവലം 100-120 കലോറി ആയിരിക്കും, മാക്സിമം 150. ഒരു സമോസയിൽ 200-240 കലോറി ഉണ്ട് ഒറ്റ സമോസയിൽ. അപ്പൊ ചിലർ ഇവിടെ നിന്ന് അവിടെ വരെ നടന്ന് 2 വടയും കൂടെ വാങ്ങിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് പിന്നെ ജ്യൂസിന്റെ പ്രശ്നം 2 കാര്യമാണ്. ഒന്ന്, ജ്യൂസ് ഇസ് നോട്ട് എ ഗുഡ് ഫുഡ്, കാരണം അതിന്റെ ഫൈബർ മുഴുവൻ നഷ്ടപ്പെടുന്നു. 2, ഇഫ് അറ്റ് ഓൾ യു മേക്ക് എ ജ്യൂസ്, നേരത്തെ ഇവിടെ പറഞ്ഞ മാതിരി വിരുദ്ധങ്ങളായിട്ടുള്ള എല്ലാം കൂടെ അടിച്ച് ഒന്നിലാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. ഐ തിങ്ക് യു ക്യാൻ ആഡ്. ഭക്ഷണത്തെക്കുറിച്ച് വളരെ നല്ല ശ്രദ്ധയോടുകൂടിയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരു സ്വാധീനമാണ് ആ ചോദ്യകർത്താവിൽ നിന്ന് വ്യക്തമായത്. അത് വളരെ നല്ല ചോദ്യങ്ങൾ. ഒരു ചോദ്യത്തിന് മാത്രമേ ഞാൻ ഉത്തരം പറയേണ്ടതുള്ളൂ. അതായത് 2400 കാലറിയാണ് വേണമെന്ന് പറഞ്ഞല്ലോ ശരാശരി. അതിൽ 4ൽ 2 ഭാഗവും ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. അതായത് മേജർ കാലറി. ഉച്ചഭക്ഷണത്തിൽ 4ൽ 1, ബാക്കി 4ൽ 1 അത്താഴം എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാലറിയൊക്കെ അളന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നന്നായി കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ്. എത്ര നന്നായി കഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ആക്റ്റീവ് ആകാൻ പോവുകയാണ്. ഒരു ദിവസം മുഴുവൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും ഉന്മേഷവും ഒക്കെ കിട്ടേണ്ടത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. ഉച്ചഭക്ഷണം കുറച്ച് അത്താഴം ഏറ്റവും മിതമാക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മൾ ഈ 6 to 10 അല്ലെങ്കിൽ 4 to 8 ആയപ്പോൾ 16 hours ആയി. സോ ഇഫ് യു വാണ്ട് എ ബ്രേക്ക്ഫാസ്റ്റ്, 6 മണിക്ക് മുമ്പ് തീർത്ത് 10 മണിക്ക് തുടങ്ങാം, അല്ലെങ്കിൽ 4 മണിക്ക് മുമ്പ് തീർത്ത് 8 മണിക്ക് തുടങ്ങാം. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതുപോലെ അങ്ങ് ചെയ്ത് കളയരുത്, കാരണം നിങ്ങളുടെ മരുന്ന് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഡയബറ്റീസ് ഉള്ളവർ ഡോക്ടറുമായിട്ട് സംസാരിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. ഡയബറ്റീസ് ഇല്ലാത്തവർ എത്രത്തോളം ചെയ്യുന്നോ അത്രയും കൊഴുപ്പ് മാറും. ഡയബറ്റീസ് ഉള്ളവർക്കും ചെയ്യാം, ബട്ട് അണ്ടർ മെഡിക്കൽ അഡ്വൈസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഏതാണ്ട് ആഹാരവും വായുവും വെള്ളവും പ്രകൃതിയും തന്നെ ഏതാണ്ട് ശുദ്ധമായിരുന്നു, പ്യൂറായിരുന്നു ഏതാണ്ട്. ഇന്ന് ഏതാണ്ട് 90% വായു, വെള്ളം, പരിസരം എല്ലാം 90% വിഷമയമാണ്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഓപ്ഷനുണ്ടോ? ഞാൻ എൻ്റെ ചേച്ചി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇന്നലെ പറയായിരുന്നു തിരുവനന്തപുരത്തെ വായുവിൻ്റെ മലിനീകരണം എത്ര 23 or 36 ppm എന്തോ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു ഡൽഹി എത്രയായിരുന്നു? 380. മനസ്സിലായി. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് സർ. അപ്പം നമുക്ക് ഈ പറയുന്ന മാതിരി നല്ല ചിന്തിക്കുന്ന ആൾക്കാർ കുറേ നന്മ ചെയ്ത് അതിനകത്ത് ഈ കൃഷിയിലും നമ്മുടെ ഈ കാറ്റിൽ റെയറിങ്, കാരണം മീഥേൻ ഗ്യാസ് ഒക്കെ ഉണ്ട്, അതൊരു വലിയ വിഷയം, വേറെ വിഷയമാണ് നമുക്ക് അതിലേക്ക്. പക്ഷെ താങ്കൾ പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള വിഷയം. നമ്മളെല്ലാവരും വിചാരിച്ചാൽ ചെറിയ രീതിയെങ്കിലും നമുക്ക് പരിവർത്തനം കൊണ്ടുവരാം. ഓക്കെ, നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ എടുക്കാൻ തോന്നുന്നു സർ. സർ, വെള്ളം സാർ ചോദിച്ചത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണോ ഷുഗർ എന്നുള്ളതാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിലെ ഷുഗർ എത്ര പെട്ടെന്ന് രക്തത്തിലേക്ക് കയറും. ഗ്ലൈസിമിക് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൽ മൊത്തം എത്ര ഷുഗർ ഉണ്ട്. അപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡും കുറഞ്ഞിരിക്കണം. ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിരിക്കുകയാണെങ്കിൽ അത് ലോഡ് കുറവാണെങ്കിലും ഉള്ളത് ഒരുമിച്ച് കയറും. ഉദാഹരണത്തിന് വാട്ടർമെലൺ. ഒരു ഗ്ലൈസിമിക് ലോഡ് കൂടുതലാണെങ്കിൽ ഒരുപാട് ഷുഗർ ഉള്ളിലേക്ക് കയറും. അതുകൊണ്ട് ചെറിയ ഷുഗർ സാവകാശം കയറാൻ ഗ്ലൈസിമിക് ലോഡും ഗ്ലൈസിമിക് ഇൻഡെക്സും കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അത് പച്ചക്കറികളാണ്. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എടുക്കാം. ചോദിക്കൂ. വെള്ളം കുടിക്കുന്നതിന്റെ കുറവും കൂടുതലും എത്രത്തോളം ഉണ്ട്? പിന്നെ ഭക്ഷണവുമായിട്ട് ഇത് നമ്മൾ ഒരു ദിവസം അനുവദനീയമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് സാധാരണ വൃക്ക പ്രവർത്തനമൊക്കെ ഉള്ള ഒരാൾക്ക്, പ്രായപൂർത്തിയായ ഒരാൾക്ക് 8 ഗ്ലാസ് വെള്ളം നമുക്ക് കുടിക്കാം, അതായത് 2 ലിറ്റർ. ഇനി അതല്ല പിന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ, വൃക്ക രോഗങ്ങൾ, ഹൃദയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. 8 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അത്രയും കുടിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതല്ലേ ചോദിച്ചത്? അതെ. പിന്നെ ഈ ഭക്ഷണവുമായിട്ട് ഇപ്പൊ ഭക്ഷണത്തിന്റെ ഇടയിൽ കഴിക്കാൻ അങ്ങനെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിയമങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടെ കുടിക്കുകയാണെങ്കിൽ ഒത്തിരി വായു ഉള്ളിലെത്തും. അത് നമുക്ക് ഒരു അസിഡിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഭക്ഷണത്തിന് ശേഷം 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഫാസ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ ചില മതങ്ങൾ വെള്ളം കുടിക്കണം. അതായത് ഫാസ്റ്റിംഗിന്റെ അർത്ഥം വെള്ളം കുടിക്കരുതെന്നല്ല, നിർജ്ജലീകരണം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുക. ഇനി വളരെ ലൈറ്റ് ആയിട്ടുള്ള സംഭാരമോ അങ്ങനെ എന്തെങ്കിലുമോ, അല്ലെങ്കിൽ കട്ടൻ തേയിലോ കട്ടൻ കാപ്പിയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ സോളിഡ് ഫുഡ് ഒഴിവാക്കി കലോറി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഭക്ഷണക്രമം പറഞ്ഞു കൊടുക്കുമെന്നാണ്. ഒരു ദിവസത്തേക്കുള്ള നല്ല ഭക്ഷണക്രമം അല്ല. ബേസിക്കലി എന്തറിയോ, നമ്മൾ അങ്ങനെ നോക്കണ്ട.
അതായത് രാവിലെ ആയാലും ഉച്ചയായാലും രാത്രി ആയാലും നമ്മൾ പറഞ്ഞ ഈ ജനറൽ പ്രിൻസിപ്പിൾസ് മനസ്സിലായല്ലോ. ഹെൽത്തി ഫുഡിനാണ് ഈ പറഞ്ഞത്. അതായത് അതിനകത്ത് ഇപ്പൊ ഇന്ന് പാവയ്ക്ക, നാളെ വെണ്ടയ്ക്ക, നാളെ പടവലങ്ങ, ദാറ്റ് ഇസ് ഓക്കെ. അപ്പം പിന്നെ ഇന്ന് മീൻ, നാളെ മുട്ട, നോൺ വെജ് ചീത്ത ഭക്ഷണം അല്ല. പക്ഷെ റെഡ് മീറ്റ് കഴിയുന്നത് ഒഴിവാക്കണം, കൊഴുപ്പ് കൂടിയ ഭക്ഷണം. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ബുക്ക് ഇവിടെ ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരു ഏകദേശം ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. പക്ഷെ അത് അങ്ങനെ ഇല്ല. ഈ പ്രിൻസിപ്പിൾസ് 4 ഭക്ഷണ പ്രിൻസിപ്പിളാണ്. 1, കലോറി നോക്കി കഴിക്കുക, കഴിയുന്നതും കലോറി കുറഞ്ഞ ഭക്ഷണം ധാരാളം കഴിക്കൂ, കൂടിയ ഭക്ഷണം കുറവ് കഴിക്കൂ. 2, കാർബ് നോക്കി കഴിക്കുക, കാർബ് കൂടിയ ഭക്ഷണം കുറവ് കഴിക്കൂ, കാർബ് കുറഞ്ഞ ഭക്ഷണം കൂടുതൽ കഴിക്കൂ. 3, പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക. നമ്മൾ വളരെ കുറവ് പ്രോട്ടീനാണ് കഴിക്കുന്നത്, പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുക. 4, കൊഴുപ്പിൽ നല്ല കൊഴുപ്പ് തിരഞ്ഞെടുക്കുക. നട്ട്സ്, ഫിഷ്, ഒലിവ് ഓയിൽ പോലുള്ളവയാണ് നല്ല കൊഴുപ്പ്. സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിയുന്നത്, അതായത് എണ്ണ, തേങ്ങ, മട്ടൺ, ബീഫ് തുടങ്ങിയ സാധനങ്ങൾ നന്നേ കുറയ്ക്കുക. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ, ഈ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം അതായത് എല്ലാ ഭക്ഷണത്തിനും ഊർജ്ജമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അതായത് എല്ലാ ഭക്ഷണത്തിനും ഊർജ്ജമുണ്ട്. ഊർജ്ജം ഏറ്റവും അധികമുള്ള ഭക്ഷണങ്ങളാണ് എണ്ണ, മധുരം, ധാന്യം. ഊർജം നന്നേ കുറഞ്ഞ ഭക്ഷണമാണ് പച്ചക്കറികൾ. കാർബ് ഏറ്റവും കൂടിയ, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാരയും ധാന്യവും. കുറവ് ഭക്ഷണം ഫ്രൂട്ടും പിന്നെ ഒരു പരിധി വരെ കിഴങ്ങും, വെജിറ്റബിൾസും. ഓക്കെ, നമ്മുടെ സമയം പൂർണ്ണമായും തീരുന്നത് കൊണ്ടാണ് ഇനി നമുക്ക് ചോദ്യങ്ങൾ എടുക്കാൻ നിർവാഹം ഇല്ലാഞ്ഞിട്ടാണ്. അല്ല, ഒന്നുമില്ല. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ആരോഗ്യമാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. നിലവിൽ അതാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയില്ല. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കളകൾ കൂടുതൽ സജീവമാകണം. അടുക്കളകൾ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് അണയാതിരിക്കട്ടെ, അത് ആരോഗ്യ കേന്ദ്രമായി സജീവമായിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഒരു മെസ്സേജ് എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പത്മകുമാർ സർ ആൻഡ് ശ്രീജിത്ത് സർ. താങ്ക് യു സോ മച്ച്.